ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന ഗൗതമിൻ്റെയും നന്ദയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കടക്കാം അല്ലേ. തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ ഇന്ദിവരം തറവാടാണ്. അങ്ങനെ ഇന്ദിവരം തറവാട്ടിൽ എല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ് കേട്ടോ. എല്ലാവരും എന്ന് പറഞ്ഞാൽ നമ്മുടെ പിങ്കിയുണ്ട്, അതുപോലെ തന്നെ അർജുനുണ്ട്. അപ്പോൾ പിങ്കി അർജുൻ ഇങ്ങനെ ഫുഡ് കൊടുത്തുകൊണ്ടിരിക്കുന്നു, അടുത്ത അരുന്ധതി ഇരിക്കുന്നു. അപ്പോൾ ഇവരിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഫംഗ്ഷൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അരുന്ധതി പറഞ്ഞു, ഇന്നലത്തെ ഫംഗ്ഷൻ കുളമായി പോയില്ലേ, അവൾ ഒറ്റയൊരുത്തി കാരണമാണ് ഇന്നലത്തെ ഫംഗ്ഷൻ കുളമായി പോയത്. അല്ലായിരുന്നെങ്കിലേ ഇവിടെ എന്ത് നല്ല ഗംഭീരമായിട്ട് ഫംഗ്ഷൻ നടക്കേണ്ടതായിരുന്നു. എൻ്റെ പിങ്കിമോൾക്കത് വിഷമമായി പോയില്ലേ എന്ന് പറയുമ്പോൾ, ഹേയ് എനിക്ക് വിഷമമൊന്നും ആയിട്ടില്ല, ഏതായാലും എനിക്ക് ഇങ്ങനെയൊക്കെ നടക്കുമെന്ന് അറിയായിരുന്നു വല്യമ്മായി. അവൾക്ക് മുഴുത്ത അസൂയല്ലേ, ആ അസൂയ കൊണ്ട് അവൾ ഇതല്ല, ചിലപ്പോൾ ഇതിനപ്പുറം എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നറിയാം. പക്ഷെ ഞാനിത് പറഞ്ഞു കഴിഞ്ഞാൽ അർജുൻ ഇഷ്ടപ്പെടില്ല. അർജുൻ ഇഷ്ടപ്പെടാത്ത ഒന്നും ഞാൻ പറയില്ല. കാരണം ഞാൻ ഭർത്താവിനെ അംഗീകരിച്ച് ഭർത്താവ് പറയുന്നത് കേട്ട് നിൽക്കുന്ന ഒരു സ്ത്രീയാന്ന് പറയുമ്പം ഇങ്ങനെ തന്നെയാണ് കുടുംബത്തിൽ പിറന്ന പെണ്ണുങ്ങൾ ചെയ്യേണ്ടത്. അല്ലാതെ അവൾ കാണിക്കുന്ന പോലെ അഹങ്കാരമല്ല കാണിക്കേണ്ടതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അർജുൻ പറഞ്ഞു, ആരും അഹങ്കാരം കാണിച്ചെന്ന വല്യമായി പറയുന്നത്? നന്ദയോ? നന്ദ ഇവിടെ അഹങ്കാരമൊന്നും കാണിച്ചിട്ടില്ല. നന്ദയ്ക്ക് ഒരു സെമിനാർ ഉണ്ടായിരുന്നു, ആ സെമിനാറിൽ അത്യാവശ്യമായിട്ട് പങ്കെടുക്കണമായിരുന്നു. വേറെ എന്തിനേക്കാളും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഇപ്പം പഠനത്തിന് തന്നെയാണ്. അതെ, നന്ദ വെറുമൊരു ഭാര്യ മാത്രമല്ല, ഒരു മെഡിക്കൽ സ്റ്റുഡൻറ്റ് കൂടിയാണ്. അതിവിടെ ഉള്ളവരൊക്കെ പലവരും മറന്നു പോകുന്നുണ്ട് എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ഇതേ സമയം നമ്മുടെ ലക്ഷ്മി വരികയാണ്. അപ്പോൾ ലക്ഷ്മി ഇങ്ങനെ മേളിലേക്കൊക്കെ നോക്കി നടന്ന് വരുന്നുണ്ട്. അപ്പോൾ ലക്ഷ്മീനെ കണ്ട ഉടനെ തന്നെ നമ്മുടെ അരുന്ധതി ചോദിച്ചു, എന്താ ലക്ഷ്മി, എന്താ നീ ആഹാരമൊന്നും കഴിക്കുന്നില്ല, നിനക്ക് എന്താ പറ്റിയത്, നീ എന്താ ഇങ്ങനെ നടക്കുന്നതെന്ന് ചോദിക്കുമ്പം, ഓ എങ്ങനെയാ ലക്ഷ്മി അമ്മായിക്ക് വെള്ളമൊക്കെ ഇറങ്ങുക, ഇനിയിപ്പം രണ്ടുപേരും കൂടെ ഒരുമിച്ച് ഇറങ്ങി വരുന്നത് കാണാതെ ഒരു മനസ്സമാധാനവും ഇല്ലാതെ ഇരിക്കുന്ന അമ്മായി എങ്ങനെ ആഹാരം കഴിക്കാനാന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ലക്ഷ്മി പറയുന്നുണ്ട്, എന്താ പിങ്കി നീ അവിടെയും ഇവിടെയും തൊട്ട് സംസാരിക്കുന്നത്, ഞാൻ നന്ദേനെയും ഗൗതമിനെയും വെയിറ്റ് ചെയ്ത് തന്നെ ഇരിക്കുന്നതാണ്. പിന്നെ മക്കളെ വെയിറ്റ് ചെയ്തിരിക്കുന്നതല്ലേ ഒരമ്മയുടെ ഒരു ദൗത്യം എന്നൊക്കെ പറയുന്നത്. ഒരമ്മയാകുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാകും. അതിപ്പം നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലല്ലോ എന്ന് പറയുമ്പം, എനിക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല, ഏതായാലും ഇനി അങ്ങനെ ഒരു ഒരുമിച്ച് ഇറങ്ങി വരൽ കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല, അത്രമാത്രം പ്രശ്നങ്ങളാണല്ലോ അവർക്കിടയിലുള്ളത് എന്ന് പറഞ്ഞപ്പം നമ്മുടെ ലക്ഷ്മി പറഞ്ഞു, പിങ്കി നീ നിർത്തുന്നുണ്ടോ? അതെ, അവർക്കിടയിൽ പല പ്രശ്നങ്ങളും കാണും. അതൊക്കെ ഒരു രാത്രി കൊണ്ട് ഒന്ന് നേരം വെളുത്ത് ഇങ്ങനെ ഇരുട്ടി വരുന്നതിന് മുമ്പൊക്കെ അതൊക്കെ തീരാവുന്ന പ്രശ്നങ്ങളൊക്കെ ഉള്ളൂ. ആ പ്രശ്നത്തിന് ഇവിടെ ആരും കുത്തിപ്പൊക്കി അതിന് കൂടുതൽ വളവും ഗുണമൊന്നും ഇട്ട് കൊടുക്കാതിരുന്നാൽ മതി എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അരുന്ധതി പറഞ്ഞു, അതെന്താ ലക്ഷ്മി നീ അവിടെ ഇവിടെയും കുത്തി പറയുന്നു, ഇപ്പം ഞങ്ങളല്ലല്ലോ നീയല്ലേ കുത്തി പറയുന്നത്, നിന്റെ മരുമകളുടെ അഹങ്കാരത്തിനെ ഇതല്ല ചിലപ്പോൾ ഇതിനപ്പുറം നടന്നെന്നിരിക്കും. അവൾ അതുപോലെയല്ലേ ഇന്നലെ ഒരു നല്ല ദിവസമായിട്ട് അതെല്ലാം കുളവാക്കി വെച്ചത്. അല്ലെങ്കിലും അവൾ വന്നപ്പോൾ മുതൽ തുടങ്ങിയതാ ഈ വീട്ടിലെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അർജുൻ പറഞ്ഞു, നിർത്തുന്നുണ്ടോ, കുറേ നേരമായി തുടങ്ങിയിട്ട്, എന്തിനും ഏതിനും കുറ്റം കുറ്റം കുറ്റം, ഇത് ഒരു തീന്മേശയാണ്, ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാനാണ് വരുന്നത്, അല്ലാതെ കുറ്റം പറയാനല്ല. അതും പ്രത്യേകിച്ച് നന്ദയുടെ കുറ്റം പറയുന്നത് എനിക്ക് ഇഷ്ടമല്ല, അതെൻ്റെ ഭാര്യയാണെങ്കിൽ പോലും. എന്ത് തെറ്റാടി നന്ദ നിന്നോട് ചെയ്തത് എന്ന് പറഞ്ഞപ്പം, എന്തും ഏതും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അർജുൻ ഇപ്പം നന്ദേനെ കൂട്ടുപിടിച്ചാൽ മതിയല്ലോ, നന്ദേനെ സപ്പോർട്ട് ചെയ്താൽ മതിയല്ലോ. ഞാൻ സപ്പോർട്ട് ചെയ്യുന്നത് നന്ദേനെയല്ല, ശരീനെയാണ് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നത്. ശരി എനിക്ക് നന്ദയാണെന്നാണ് ഇതുവരെ തോന്നിയിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു പറഞ്ഞു. അങ്ങനെ കുറേ നേരമായിട്ട് ഇവർ ഇറങ്ങി വരുന്നില്ല കേട്ടോ. ഇവരിറങ്ങി വരാത്തത് കൊണ്ട് തന്നെ നമ്മുടെ ഗൗതം ഓർക്കുന്ന താഴെ നന്ദ ഉണ്ടെന്നല്ല, അപ്പം ഗൗതം മാത്രം ഇങ്ങനെ ഇറങ്ങി വരും. അപ്പം ഗൗതം ഇറങ്ങി വരുന്നത് കണ്ടതും പിങ്കി പറഞ്ഞു, ഞാൻ പറഞ്ഞില്ലേ ഇനിയിപ്പോൾ ഒരുമിച്ച് വരുന്ന കാഴ്ചയൊക്കെ ഇനിയിപ്പം അമ്മായി കാണാൻ പോകുന്നില്ല, അമ്മായി ഇനിയിപ്പോൾ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. ഗൗതം തന്നെ ഇറങ്ങി വരുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ ലക്ഷ്മി എന്നിട്ട് ഗൗതമിനോട് ചോദിച്ചു, എന്തിയേ മോളെന്തിയെ, നീ എന്തിനാ മോളെയും കൂട്ടിക്കൊണ്ട് വരാത്തെ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും, അവളെ ഞാൻ കൂട്ടിക്കൊണ്ട് വരേണ്ട കാര്യമില്ലല്ലോ, അവൾ നേരത്തെ ഇങ്ങോട്ട് ഇറങ്ങി പോകുന്നല്ലോ എന്ന് പറയുമ്പം, എങ്ങോട്ട് ഇറങ്ങി പോന്നു, അല്ല ഇവിടെയൊന്നും നന്ദമോള് വന്നില്ല, നന്ദ ഇങ്ങോട്ടേക്ക് വന്നില്ലെന്നോ? ഇവിടെ എവിടെയെങ്കിലും കാണും, അല്ലെങ്കിൽ അവൾ വേറെ എന്തെങ്കിലും ദൊപ്പിക്കുമായിരിക്കും എന്നൊക്കെ ഇങ്ങനെ ഗൗതം ഒരു നിസ്സാരമായിട്ട് പറയുമ്പോഴത്തേക്കും നമ്മുടെ അർജുൻ പെട്ടെന്ന് എണീറ്റ്, ഏട്ടാ എന്താ പറഞ്ഞത്, നന്ദ റൂമിനകത്തില്ലേ? അപ്പം ഇല്ല, അവൾ അവിടെ ഇല്ല. എങ്കിൽ പിന്നെ ഇവിടെയും നന്ദയില്ലല്ലോ.
അല്ലെങ്കിൽ പിന്നെ ഇവിടെ നന്ദ കാണണ്ടല്ലേ എന്ന് പറഞ്ഞ് എല്ലാവരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം നോക്കുകയും വിളിക്കുകയൊക്കെ ചെയ്യുമ്പം നന്ദ അവിടെ ഇല്ല. നന്ദ അവിടെ ഇല്ലാത്ത കാര്യം അറിയുമ്പോഴത്തേക്കും എല്ലാവരും ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ്. ഏതായാലും നന്ദയുടെ ഈ പോക്ക്, അതായത് നന്ദ പടിയിറങ്ങി പോയി എന്ന കാര്യം 100% ഉറപ്പിച്ച നമ്മുടെ അർജുൻ, ഇതിനെല്ലാം കാരണക്കാരി പിങ്കി നീയാണ്, നീ ഒറ്റ ഒരുത്തി കാരണമാണ് നന്ദ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ കാരണം, നിൻ്റെ ഒരു ഫംഗ്ഷനും കുടച്ചക്രവും നിനക്ക് ഇതിൻ്റെയൊക്കെ കാര്യം ഉണ്ടായിരുന്നോ എന്നൊക്കെ ചോദിച്ചു പിങ്കിയുടെ മെക്കിട്ട് ചെല്ലുമ്പോഴത്തേക്കും ഗൗതം പറയുന്നുണ്ട്, നിർത്ത് അർജുൻ, നീ നിർത്ത്, ഇത് പിങ്കി കാരണമൊന്നുമല്ല, ഞാൻ കാരണം തന്നെയാണ് ഇറങ്ങിപ്പോയത്. അത് മറ്റുള്ളവരുടെ തലയിൽ കൊണ്ടിടാൻ ഞാൻ ആഗ്രഹിക്കുന്നുമില്ല. ഇന്നലെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി എന്ന് പറഞ്ഞാൽ ആ പ്രശ്നങ്ങളൊക്കെ പറയുകയാണ്. ഈ പ്രശ്നങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ പിങ്കിയുടെ മനസ്സിൽ ലഡു പൊട്ടി. ഈ പിങ്കി നന്ദയും ഇടയ്ക്ക് മാറിപ്പോകുന്നുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിച്ചേക്കണേ. അങ്ങനെ നമ്മുടെ പിങ്കി പറഞ്ഞു, ഞാൻ പറഞ്ഞത് ഇപ്പം എത്രത്തോളം ശരിയാ, അവൾക്ക് ഭർത്താവിന് ഒരു പുല്ല് വില കൽപ്പിക്കാൻ പറ്റില്ല. അവൾ തന്നിഷ്ടക്കാരി ആയതുകൊണ്ട് തന്നെയാണ് തോന്നിവാസം കാണിച്ച പലപ്പോഴും പല സമയത്തായിട്ട് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത്. അവൾ ഇനിയിപ്പോൾ എന്തെങ്കിലും പോയി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതും ഗൗതമിൻ്റെ തലയിലേക്ക് തന്നെയല്ലേ വരത്തുള്ളൂ എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും ലക്ഷ്മി ഓടി ചെന്നിട്ട് ഗൗതമിനോട് പറഞ്ഞാൽ, നീ എന്താണ് കാണിച്ചത്, നീ എന്തിനാണ് നന്ദമോളോട് ഇറങ്ങിപ്പോകാൻ പറഞ്ഞത്, അങ്ങനെയൊക്കെ പറയുന്നത് ശരിയാണോ? അവളുടെ മനസ്സ് എത്രമാത്രം വേദനിച്ചിട്ടായിരിക്കും അവൾ ഈ വീട്ടിൻ്റെ പടി ഇറങ്ങിയിട്ടുണ്ടാവുക. എനിക്ക് വേറെ ഒന്നും അറിയണ്ട, എനിക്കിപ്പോൾ എൻ്റെ നന്ദമോളെ കാണണം, എനിക്ക് നന്ദമോളെ കണ്ടേ പറ്റൂ എന്ന് പറയുമ്പോഴത്തേക്കും നന്ദിയില്ലാത്ത നമ്മുടെ മഹേശ്വരൻ വന്നിട്ട് അതിലും വലിയൊരു നന്ദികേട് പറയുക. കാരണം കുറച്ചെങ്കിലും നന്ദി ഉണ്ടായിരുന്നുവെങ്കിൽ നമ്മുടെ നന്ദയുടെ പക്ഷം പിടിച്ചേനെ ഈ മഹേശ്വരൻ വീണ്ടും പ്ലേറ്റ് തിരിച്ചു. ഇപ്പം മഹേശ്വരൻ നന്ദയ്ക്ക് എതിരായിട്ട് തന്നെയാണ് ഓരോന്ന് സംസാരിക്കുന്നത്. മഹേശ്വരൻ പറഞ്ഞു, ഇങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയവരെ തപ്പിപ്പിടിച്ച് എന്നും കൊണ്ടുവന്നിട്ട് അവൾ സ്ഥിരം ഇത് ചെയ്യുന്നത്, അതുകൊണ്ട് പോയ എപ്പോഴാണോ ഒരു ഗതിയും പരഗതി ഇല്ലാതെ വരുമ്പോൾ ഇവിടെ തന്നെ തിരിച്ചു വന്നോളും എന്നൊക്കെ മഹേശ്വരൻ പറയുന്നുണ്ട്. ഇതിൻ്റെ കൂടെ നമ്മുടെ അർജുൻ പറയുന്നുണ്ട്, ഇത് ശരിയല്ല, ഒരിക്കലും ശരിയായ കാര്യമല്ല, എന്തെങ്കിലും സംഭവിച്ചു പോയി കഴിഞ്ഞാൽ ഉത്തരവാദിത്വം നമ്മുടെ കുടുംബമാണ് പറയേണ്ടത്. അതും ഒരു തെറ്റും ചെയ്യാതെ വെറുതെ നന്ദനെ ഇവിടെ നിന്ന് ഇറക്കി വിട്ടത് അത് വലിയൊരു തെറ്റ് തന്നെയാണ് ഗൗതമേട്ടൻ ചെയ്തിരിക്കുന്നത്. ഏട്ടൻ ചെയ്ത തെറ്റ് മര്യാദയ്ക്ക് നന്ദേനെ കൂട്ടിക്കൊണ്ട് വന്നോണം, ഇല്ലെങ്കിൽ ഈ അർജുൻ ഇവിടെ കാണില്ല. ഈ അർജുൻ തിരിച്ചു വന്നതുകൊണ്ടാണല്ലോ നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടാവുന്നത്. എങ്കിൽ പിന്നെ ഞാൻ ഈ ജീവിതം വിട്ട് ഞാൻ ഉപേക്ഷിച്ച് പൊക്കോളാം. ഒരിക്കലും എൻ്റെ നന്ദയും എൻ്റെ ഏട്ടനും ജീവിക്കുന്നത് കാണാൻ എനിക്ക് ആഗ്രഹമല്ല, അതൊരിക്കലും രണ്ടായിട്ട് തീരുന്നത് കാണാനല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ നാട് വിട്ടുപൊക്കോളാം, എനിക്ക് നന്ദയും ഏട്ടനും ഒരുമിച്ച് ജീവിക്കുന്നതാണ് കാണേണ്ടത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് പിങ്കിയുടെ മുഖത്ത് നോക്കിയിട്ട്, നിൻ്റെ എടുത്തുചാട്ടോ ഇതിനൊക്കെ കാരണം, നീ എന്തിനാ ആ ഒരു ഫംഗ്ഷൻ വെക്കാൻ എന്നെ നിർബന്ധിച്ചത്, നിൻ്റെ മനസ്സിലിരിപ്പ് എന്താണെന്ന് എനിക്കിപ്പോൾ അറിയുന്നുണ്ട് പിങ്കി എന്ന് പറഞ്ഞിട്ട് പിങ്കിയുടെ നേരെ പിങ്കി പറഞ്ഞു, എൻ്റെ മനസ്സിലിരിപ്പ് എന്താ, ഞാനൊന്നും തന്നെ വിചാരിച്ചിട്ടില്ല, ഞാൻ നല്ല രീതിയിൽ നമ്മൾ ജീവിക്കാൻ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇപ്പം അത് വലിയ തെറ്റാണോ? അതിനുവേണ്ടി ഒരു ചെറിയ ഫംഗ്ഷൻ വെച്ചു, അത് വലിയ തെറ്റാണോ? പറ വല്യമ്മായി, അത് തെറ്റാണോ? എങ്കിൽ ഞാൻ അംഗീകരിക്കാം, എങ്കിൽ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി പൊക്കോളാന്ന് പറഞ്ഞ് നമ്മുടെ പിങ്കി. അപ്പോഴത്തേക്കും അയ്യോ, എൻ്റെ മോള് തെറ്റൊന്നും ചെയ്തിട്ടില്ല, എൻ്റെ മോൾ എന്ത് തെറ്റ് ചെയ്തെന്ന് അർജുൻ നീ പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ പിങ്കിക്ക് ചുക്കാൻ പിടിച്ചുകൊണ്ട് അരുന്ധതി. ഏതായാലും ഇതേ സമയം നമ്മുടെ നന്ദേനെ കാണിക്കുകയാണ്. അപ്പം നന്ദ ആയിക്കോട്ടെ ഒരു ബസ്സിലിങ്ങനെ പോകുന്നു, വളരെ വിഷമത്തോടു കൂടി തന്നെയാണ് ബസ്സിൽ പോകുന്നത്. ബസ്സിലിങ്ങനെ ഇരുന്ന് പല കാര്യങ്ങളൊക്കെ ചിന്തിക്കുകയാണ്. വേറൊന്നുമല്ല, മുറിവേൽപ്പിച്ച വ്രണമേൽപ്പിച്ച ആ ഒരു വാക്കുകൾ, ഗൗതം പറഞ്ഞ വാക്കുകൾ റിപ്പീറ്റ് ചെയ്ത് ആലോചിച്ച് കണ്ണൊക്കെ നിറഞ്ഞിരിക്കുന്ന നമ്മുടെ നന്ദ ബസ്സിൽ. അപ്പോഴാണ് ഒരു പ്രഗ്നൻ്റ് ആ ഒരു ലേഡി ബസ്സിനകത്ത് കയറുകയും നമ്മുടെ നന്ദ അവിടെ എണീറ്റിട്ട് ആ ഒരു ലേഡി അവിടെ ഇരുത്തുകയും ചെയ്യുന്നു. അങ്ങനെ ആ ലേഡിയുമായിട്ട് സംസാരിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. വളരെ നല്ല രീതിയിൽ നമ്മുടെ നന്ദയുടെ വിഷമമൊന്നും പുറത്ത് കാണിക്കാതെ തന്നെ സംസാരിക്കുന്നു. ഇതേ സമയമാണ് പെട്ടെന്ന് ആ ലേഡിക്ക് ഇറങ്ങാനുള്ള ഒരു ടൈം ആവുകയാണ്. അപ്പോൾ ഇറങ്ങാനുള്ള ടൈം ആകുമ്പോൾ കുറച്ചു പേരങ്ങ് ഇറങ്ങും. കുറച്ചു പേർ ഇറങ്ങിക്കഴിയുമ്പോഴത്തേക്കും ഈ ലേഡി പതുക്കെയാണ് ഇറങ്ങുന്നത്. അതിനു മുമ്പ് വണ്ടി അങ്ങ് വണ്ടി വിട്ടുപോകാൻ തുടങ്ങുമ്പം പെട്ടെന്ന് നമ്മുടെ നന്ദ കയറി ചെന്ന് കൈ പിടിക്കുന്നു. നന്ദ കയറി ചെന്ന് കൈ പിടിച്ച് കഴിയുമ്പോഴത്തേക്കും കൈ പിടിച്ചിങ്ങനെ വലിച്ച് കയറ്റി രക്ഷിക്കുമ്പം ആ ഒരു ആയാസത്തിൽ നമ്മുടെ നന്ദ നിലത്ത് വീഴുകയാണ്. നന്ദ വണ്ടിയിൽ നിന്ന് വീണ് ഉരുണ്ട് പോയി. ഏതായാലും അവിടെ നിന്ന് ഒരു ചേട്ടനൊക്കെ ഉണ്ടായിരുന്നു, എല്ലാവരും ഒക്കെ വന്ന് കൂടി. നന്ദയ്ക്ക് കാര്യമായിട്ട് എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട് നമ്മുടെ നന്ദയ്ക്ക്. ഏതായാലും നന്ദയെ തേടി
ഗൗതം ഇറങ്ങുകയാണ്. ഗൗതമിൻ്റെ മനസ്സ് പിടയുന്നുണ്ട്. പുറമേയൊക്കെ ഇച്ചിരി പൗരുഷം കാണിക്കുന്നുണ്ടെങ്കിലും തൻ്റെ മനസ്സ് വെന്തുരുകിക്കൊണ്ട് തന്നെയാണ് നന്ദേനെ തേടി ഇറങ്ങുന്നത്. താൻ ചെയ്തത് വലിയൊരു മഹാഭാവമാണ്, ഒരു തെറ്റാണ്, താൻ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നുവെന്ന് ലക്ഷ്മിയുടെയും അർജുൻ്റെയും തുരുതുരാ ഉള്ള ആ ഒരു വാക്കുകളൊക്കെ കേട്ട് കുറ്റബോധം മനസ്സിലേറിക്കൊണ്ടാണ് നമ്മുടെ ഗൗതം അന്വേഷിച്ച് വീട് വിട്ട് ഇറങ്ങുന്നത്. ഏതായാലും പിങ്കിയെ കണ്ടെത്തുമോ? പിങ്കിക്ക് ഒരു ആക്സിഡൻറ്റ് തന്നെയാണ് പറ്റിയിരിക്കുന്നത്. ആ ആക്സിഡൻറ്റിൽ നിന്നും പിങ്കി രക്ഷപ്പെട്ട് തിരിച്ച് നമ്മുടെ ഇന്ത്യവരം തറവാട്ടിലേക്ക് വരുമോ എന്നൊക്കെ അറിയാൻ നമ്മൾ ഇനിയും കുറച്ച് ദിവസം കാത്തിരിക്കേണ്ടിയിരിക്കുന്നു. ഏതായാലും നമ്മുടെ സാന്ദ്രയും പിങ്കി അല്ല കേട്ടോ, സോറി, നന്ദ. ഏത് നേരവും തെറ്റിപ്പോകുന്നുണ്ട് കേട്ടോ. ഈ നന്ദയും പിങ്കിയും തമ്മിലുള്ള ആ ഒരു എന്താ പറയുക, ആ ഒരു പേര് ഇടയ്ക്ക് തെറ്റിപ്പോകുന്നുണ്ടെന്ന് എനിക്കറിയാം. ഞാൻ വീണ്ടും നിങ്ങളോട് ക്ഷമ ചോദിക്കുകയാണ് കേട്ടോ. കാരണം അറിയാതെ വന്നു പോവുകയാണ് ഈ പിങ്കിയും നന്ദയും. രണ്ടുപേരുടെയും ക്യാരക്ടർ രണ്ടാണെങ്കിലും എന്തോ എനിക്ക് പറയുമ്പോഴത്തേക്കും അങ്ങനെ വന്നു പോകുന്നതാണ്. എല്ലാവരോടും മനസ്സിൽ തൊട്ട് തന്നെ സോറി പറയുകയാണ്. അപ്പോൾ കുറച്ച് പേര് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിങ്കിയും നന്ദയുടെയും പേര് എനിക്ക് എപ്പോഴും തെറ്റിപ്പോകുന്നുണ്ട്. ശരിയാണ്, ഞാൻ സമ്മതിക്കുന്നു, എപ്പോഴും എനിക്ക് തെറ്റിപ്പോകുന്നുണ്ട്. ഇനി ഞാൻ പരമാവധി മാക്സിമം അങ്ങനെ പറയാതിരിക്കാൻ ശ്രമിക്കാം. അത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ പിങ്കിയെ സാന്ദ്രനെ വിളിക്കുകയും ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോഴത്തേക്കും സാന്ദ്ര ഓരോ ഗുണദോഷങ്ങൾ ഇങ്ങനെ കൊടുക്കുമല്ലോ. സാന്ദ്ര പറയുന്നുണ്ട് അങ്ങനെ അവൾ പോയെങ്കിൽ അത് ഏറ്റവും നല്ലതാണെന്ന് നീ കൂട്ടിക്കൊണ്ടാൽ മതി. പിന്നെ അർജുനും കൂടി ഇവിടുന്ന് പോകണം. ഏതായാലും ഇനിയിപ്പോൾ നന്ദ പോയത് കൊണ്ട് പിങ്കി അർജുൻ പോകുന്നല്ലേ പറഞ്ഞത്. പിന്നെ നീ ഫ്രീ ആയില്ലേ? നമ്മൾ വിചാരിക്കുന്ന പോലെ തന്നെയാണ് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടേ ഇരിക്കുന്നത്. നീ ഇതുപോലെ സ്മൂത്തായിട്ട് അങ്ങ് പോയാൽ മതി. പക്ഷേ നീ ഒരിക്കലും അർജുനെ പറ്റിക്കുകയാണെന്ന് അർജുന് തോന്നാൻ പാടില്ല. പിങ്കി കാരണം തന്നെയാണ് അർജുൻ ഈ വീട്ടിൽ നിന്ന് പോകാവുള്ളൂ എന്ന ആ ഒരു ചിന്ത വേണം എല്ലാവരിലും കൊണ്ടുവരാൻ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കയറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഏതായാലും ഇതൊക്കെ കോർത്തിണക്കിക്കൊണ്ട് ഒരു അടിപൊളി വിശേഷമാണ് വന്നിരിക്കുന്നത്. മിസ് ചെയ്ത് കളയല്ലേ, എല്ലാവരും കാണുക. ഇവിടെ കറണ്ട് ഇല്ല കേട്ടോ. ഇവിടെ വീണ്ടും ഭയങ്കര ഇടിയും മഴയൊക്കെ വീണ്ടും നമ്മുടെ ഇടുക്കിയിൽ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മഴയായതുകൊണ്ട് കറണ്ടില്ല. അപ്പോൾ അതാണ് ഞാൻ ഫോണിൻ്റെ ചെറിയൊരു ലൈറ്റ് വെട്ടത്തിൽ വെച്ചാണ് സംസാരിക്കുന്നത്. അപ്പം വെളിച്ചത്തിനൊക്കെ വെട്ടത്തിനൊക്കെ എന്തെങ്കിലും ഡിസ്റ്റർബൻസ് നിങ്ങൾക്ക് ഉണ്ടാകുമെന്ന് എനിക്കറിയാം. അതൊക്കെ എന്നോട് സ്നേഹം ഉള്ളവർ എന്നോട് ക്ഷമിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി വിശേഷമായിട്ട് വരാം. അതുവരെ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുക. ഫുൾ വിശേഷമല്ല, വൈകിട്ടത്തെ വിശേഷം കാണാൻ മറക്കരുത്. നമ്മൾ കേൾക്കുകയും കാണുകയും ഒക്കെ ചെയ്യണം കേട്ടോ എല്ലാവരും. അപ്പോൾ വൈകിട്ട് നമുക്കിനി ഒരു പ്രമോയുണ്ട്. അതുപോലെ തന്നെ രേവതിയുടെയും സച്ചിയുടെയും കഥ ഇതിന് മുമ്പ് ഇട്ടിട്ടുണ്ട്. ആ വിശേഷവും എല്ലാം കാണുക. അടിപൊളി വിശേഷം തന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഒരു അടിപൊളി ശുഭദിനവുമൊക്കെ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എൻ്റെ എല്ലാ കൂട്ടർക്കും ടാറ്റാ, ബൈ ബൈ.